ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് റിയൽമി 6i കുറിച്ചാണ്. സോ നമുക്കതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോവാം. ഇതൊരു തികച്ചും ലോ ബഡ്ജറ്റ് മൊബൈൽ തന്നെയാണ്. ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ടൊരു ട്രാൻസ്പെറൻറ്റ് ബാക്ക് പൗച്ചാണ് കിട്ടുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ ഒരു ബുക്ക് ഔട്ട്ലെറ്റും അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ്സെറ്റും വരുന്നുണ്ട്. അപ്പോൾ ഹാൻഡ്സെറ്റ് വരുന്നത് ഗ്രീൻ ടീ കളറിലാണ്. വേറൊരു കളറ് വൈറ്റ് മിൽക്ക് എന്നൊരു കളറാണ്. ഇത് പ്ലാസ്റ്റിക് ടൈപ്പിലാണ് വരുന്നത്. അതുപോലെ തന്നെ റിയൽമിയുടെ ക്ലാസിക് മാസ്റ്റർ പീസ് ഡിസൈൻ ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. ഒപ്പം തന്നെ നമുക്ക് ലഭിക്കുന്നത് 18 വാട്ട്സിൻ്റെ ക്വിക്ക് ചാർജിങ് അഡാപ്റ്ററാണ്. പ്ലസ് ടൈപ്പ് സി കേബിളുമാണ്. ഇതൊരു 6.5 ഇഞ്ചസ് വരുന്ന IPS LCD ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 720x1600 പിക്സൽസാണ് ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് വരുന്നത്. ഇതിന് നല്ല തിക്നെസ്സും ഉണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. 199 ഗ്രാമാണ് വരുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീസും അതുപോലെ തന്നെ 3 ഡെഡിക്കേറ്റഡ് സ്ലോട്ട്സാണ് വരുന്നത്. ഡുവൽ സിം പ്ലസ് ഒരു മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടുമാണ്. ഇനി ഡൗണിലേക്ക് നോക്കുന്നതാണെങ്കിൽ 3.5mm ഓഡിയോ ജാക്കും പ്ലസ് ഡുവൽ മൈക്സും ടൈപ്പ് സി പോർട്ടും അതുപോലെ തന്നെ സ്പീക്കേഴ്സുമാണ് വരുന്നത്. റൈറ്റിലേക്ക് വരുമ്പോൾ പവർ ബട്ടൺ വരുന്നുണ്ട്. റിയറിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് സെൻസേഴ്സാണ് ആക്സലറോമീറ്റർ, ജിറോസ്കോപ്പ്, പ്രോക്സിമിറ്റി, കോമ്പസ് എന്നിവ. ഇതിൻ്റെ ബേസ് മോഡൽ എന്ന് പറയുന്നത് 3GB റാമും 64GB റോമും വരുന്നതാണ്. 256GB വരെ എക്സ്പാൻഡബിൾ മെമ്മറിയാണ്. അതുപോലെ തന്നെ MediaTek Helio G80 എന്നൊരു പവർഫുൾ പ്രോസസ്സറാണ് ഇതിൻ്റെ ചിപ്പ് പ്രോസസ്സർ എന്ന് പറയുന്നത്. റിയൽമി UI ഇൻ്റർഫേസിൽ ആൻഡ്രോയിഡ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വരുന്നത്. 5000 mAh വരുന്ന മാസീവ് ബാറ്ററിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 18 വാട്ട്സിൻ്റെ ക്വിക്ക് ചാർജിങ് ഫെസിലിറ്റി കൂടിയുണ്ട്. ലേറ്റസ്റ്റ് ചിപ്പ് പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ബെറ്റർ ഗെയിമിംഗ് പെർഫോമൻസ് ഇതിൽ ലഭിക്കുന്നതാണ്. ഫേസ് അൺലോക്ക് സിസ്റ്റം നമുക്ക് ലഭിക്കുന്നുണ്ട്. റിയറിൽ വരുന്നത് കോഡ് ക്യാമറ സെറ്റപ്പാണ്. 48 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും അൾട്രാ വൈഡ് 8 മെഗാപിക്സലിൻ്റെയും 2 മെഗാപിക്സലിൻ്റെ മാക്രോവും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്യാമറ ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 16 മെഗാപിക്സലാണ്. ഇതിൻ്റെ ഓൺലൈൻ സെയിൽ ഇതുവരെ ആരംഭിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ്. ഇതിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 13,000 ആണ്. അറൗണ്ട് 13,000 മാത്രമാണ്. സോ ഇതൊരു ലോ ബഡ്ജറ്റ് മൊബൈൽ തന്നെയാണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മൊബൈൽ തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള അപ്കമിങ് മൊബൈൽസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. സോ ഹിയർ വൈൻഡിങ് അപ്പ്. താങ്ക് യു ഓൾ.